നിങ്ങളൊക്കെ ഭീരുക്കളാണ്. എല്ലാവരും ഒന്ന് വായടച്ചു വെച്ചിട്ട് എന്നെ കൊണ്ടിത് ചെയ്യാൻ അനുവദിക്കുക എന്ന് പറയുവാണ് എറിൻ. നിനക്കിനി വേണ്ടത് ഉപദേശമല്ല, പരിശീലനമാണ്. ഇത് കേട്ട് സുപ്രീം കമാൻഡർ ലിവായുടെ നിയന്ത്രണത്തിൽ അവനെ മതിലിന് പുറത്തോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പര്യവേഷണത്തിന് വേണ്ടി അവർ പുറപ്പെടുന്നു. പിന്നീട് അവർ ട്രസ്റ്റ് നഗരത്തിൽ നിന്നും കുറച്ചു ദൂരെയുള്ള സർവേ കോപ്സ് ഹെഡ്ക്വാർട്ടേഴ്സിലോട്ട് പോകുന്നു. ഞങ്ങളുടെ ബേസ് ആക്കാൻ വേണ്ടി പൊടി തട്ടിയെടുത്ത ഒരു പഴയ കോട്ടയാണെങ്കിലും സംഗതി കാണാൻ നല്ല അടിപൊളിയാണ്. മതിലിൽ നിന്നും നദിക്കരയിൽ നിന്നും ഒരുപാട് ദൂരെ ആയതുകൊണ്ട് ഇതിന്റെ ആവശ്യം അധികം വന്നിട്ടില്ല. ഞങ്ങളെ ടീമപ്പ് ചെയ്യുന്ന സമയത്താണ് ഇതാദ്യമായി ഉപയോഗിച്ചത്. പക്ഷെ നിന്നെ കൊണ്ട് ഇങ്ങോട്ട് കെട്ടിയെടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോഴാണ് എറിൻ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നത്. ക്യാപ്റ്റൻ ലീവായേതാ അവനെ തുറച്ചു നോക്കുന്നു. വല്ലാതെ കളിക്കല്ല ചക്ക, നീ ഒരു ടൈറ്റൻ ആയാലും ശരി അല്ലെങ്കിലും ശരി, നിന്നെ പോലൊരു പീറ ചെറുക്കനെ ക്യാപ്റ്റൻ ലീവായുടെ മേൽനോട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുതിരയുടെ കാലൊന്ന് സ്ലിപ്പാവുന്നു. പുള്ളിക്കാരന്റെ താടിയിൽ അവൾ വെച്ചിടിക്കുന്നു. കുതിരപ്പുറത്തിരുന്ന് വായിട്ടലച്ച നിനക്ക് ഇത് തന്നെ വേണം, നമ്മൾ ആരാണെന്ന് ഞാനൊന്ന് മനസ്സിലാക്കി കൊടുത്തതല്ലേ. എന്തായാലും കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. നിനക്കിത് എന്ത് പറ്റി? നീ ഇങ്ങനെയല്ലല്ലോ സാധാരണ സംസാരിക്കുന്നത്. ഇത് ക്യാപ്റ്റൻ ലീവയെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ശ്രമമാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് നിർത്ത്. നീയും അവനും തമ്മി യാതൊരു ബന്ധവുമില്ല. എന്നെ ഇങ്ങനെ ചെറുതാക്കി കാണല്ലേ പെട്ര. ഇവരാണ് ലീവൈ സ്ക്വാഡ്, സർവേ കോപ്സിന്റെ സ്പെഷ്യൽ സ്ക്വാഡ്. പെട്ര റാൾ 10 ടൈറ്റനുകളെയാണ് ഇവൾ കൊന്നത്. ഇവൻ ഒലിവെ കൊന്നത് 39 ടൈറ്റനുകളെ. ഇവരെല്ലാം എലൈറ്റ് ആണെന്നതിൽ യാതൊരു സംശയവുമില്ല. എൽഡിജിൻ 14 ടൈറ്റനുകളെ കൊന്നിട്ടുണ്ട്. ഇത് ഗാന്ധർ 7 എണ്ണത്തിനെ കൊന്നിട്ടുണ്ട്. ഇവരെല്ലാം ക്യാപ്റ്റൻ ലീവായി നേരിട്ട് തെരഞ്ഞെടുത്ത എലൈറ്റ് സൈനികരാണ്. സോ ഞാൻ നിയന്ത്രണം വിട്ടുപോയ ഇവരായിരിക്കും എന്നെ കൊല്ലുന്നത്. ഒരുപാട് കാലം മെയിന്റനൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സ്ഥലം മൊത്തമായിട്ട് പൊന്തേ കാടൊക്കെ പിടിച്ചിരിക്കുവാണ്. ഉള്ളിലാണെങ്കിൽ നിറച്ചു പൊടി. അതെല്ലാം തന്നെ അവർ ക്ലീൻ ആക്കുന്നു. ഇതേ സമയമാണ് എറിൻ ലീവായിട്ട് എടുത്തോട്ട് വരുന്നത്. മുകളിലത്തെ നില ക്ലീൻ ആക്കി എന്ന് പറയുന്നു. ഇനി ഞാൻ ഏത് റൂമിലാണോ താമസിക്കേണ്ടത്? നീ താമസിക്കാൻ പോകുന്നത് ബേസ്മെന്റിലാണ്. നിന്നെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാൻ നിനക്കിതുവരെ പറ്റിയിട്ടില്ല. പെട്ടെന്നെങ്ങാനും നീ ടൈറ്റനായാൽ നിന്നെ കൊല്ലാൻ എളുപ്പം ബേസ്മെന്റിലാണ്. നിന്നെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള നിബന്ധനയിൽ ഒന്നുകൂടിയാണ് ഇത് എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ലീവായി മുകളിലത്തെ നില നോക്കാൻ വേണ്ടി പോകുന്നു. ഹേയ്, സങ്കടത്തിലാണെന്ന് തോന്നുന്നുവല്ലോ എറിൻ എന്ന് പറഞ്ഞ് പെട്ര അങ്ങോട്ട് വരുന്നു. ഞാൻ നിന്നെ എറിൻ എന്നായിരിക്കും വിളിക്കാൻ പോകുന്നത്, ക്യാപ്റ്റൻ ലീവായി വിളിക്കുന്നത് പോലെ. അദ്ദേഹം പറയുന്നതാണ് ഇവിടെ നിയമം. ഏയ്, അതൊന്നും കുഴപ്പമില്ല. ആളുകൾ പറയുന്നത് പോലെ അദ്ദേഹം അത്ര വലിയ ഹീറോ അല്ലെന്ന് തോന്നിയല്ലേ? അതല്ല, മേലുദ്യോഗസ്ഥർ കൊടുത്ത ഓർഡറുകളോടുള്ള അനുസരണയാണ് എന്നെ ശരിക്കും അതിശയിപ്പിച്ചത്. ഇത്രയും വലിയ പദവിയിലുള്ള ഒരാൾ അതൊന്നും അനുസരിക്കില്ലെന്ന് നീ വിചാരിച്ചല്ലേ എന്ന് പെട്ര അവനോട് ചോദിക്കുന്നു. അതെ, കുറച്ച് ധിക്കാരമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല, ചിലപ്പോ മുൻപ് അദ്ദേഹം അങ്ങനെയായിരിക്കും. ഞാൻ കേട്ടത് സർവേ കോപ്സിൽ ചേരുന്നതിന് മുമ്പ് അങ്ങേര് തലസ്ഥാനത്തിന്റെ ബ്ലാക്ക് മാർക്കറ്റിലെ ഗുണ്ടയായിരുന്നു എന്നാണ്. പിന്നെ അദ്ദേഹം എങ്ങനെയാ ഇങ്ങനെയായത് എന്ന് ചോദിക്കുകയാണ് എറിൻ. അതറിയില്ല, പക്ഷേ കമാൻഡർ എർവിനാണ് ക്യാപ്റ്റൻ ലീവായെ സർവേ കോപ്സിലോട്ട് കൊണ്ടുവന്നതെന്ന് മാത്രം അറിയാം. ഹേയ് എറിൻ, അവിടെ ഒന്നും ശരിക്കും വൃത്തിയായിട്ടില്ല. ആദ്യം മുതൽ തന്നെ ഒന്നുകൂടെ ചെയ് എന്ന് പറഞ്ഞു വരുവാണ് ക്യാപ്റ്റൻ ലീവായ്. 30 ദിവസത്തിനുള്ളിൽ പോകുന്ന വഴിക്ക് ഒരു സജീവ ബേസ് നിർമ്മിക്കണമെന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനായി പുതിയ റിക്രൂട്ടുകളെയും അവരുടെ കൂടെ കൊണ്ടുപോകണം. ആദ്യം അതിനുവേണ്ടി ആരെങ്കിലും തയ്യാറാവോ എന്ന് നോക്കാം എന്ന് പറയുവാണ് കമാൻഡർ എർവിൻ. ഇത് പെട്ടെന്നുള്ള ഒരു തീരുമാനമായില്ലേ എന്ന് ചോദിക്കുകയാണ് ഓഫീസർ. എറിൻ നമ്മുടെ കൂടെ തൽക്കാലമായിട്ട് മാത്രമാണ് നിൽക്കുന്നത്. അവൻ മനുഷ്യരാശിക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടതാണെന്ന് പെട്ടെന്ന് എന്നെ കേന്ദ്രത്തെ അറിയിക്കണം. അല്ലെങ്കിൽ മിലിറ്ററി പോലീസ് ഇടപെട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിനക്കെന്നോട് സത്യം പറയാൻ പറ്റില്ലല്ലേ എർവിൻ? ഓ, നിന്റെ മൂക്കിനടിയിൽ കൂടെ ഒന്നും നടക്കില്ലല്ലേ മിക്ക? എന്തായാലും നിങ്ങളുടെ അത്ര വരില്ല എന്ന് മിക്ക പറയുന്നു. പറയാൻ സമയമാവുമ്പോ എല്ലാം ഞാൻ പറഞ്ഞിരിക്കും എന്ന് എർവിനും പറയുന്നു. സമയം രാത്രിയാവുന്നു. അവരെല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. 30 ദിവസത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു റിസർച്ച് ആണ് ലക്ഷ്യം. മാത്രമല്ല പുതുതായി പാസ്സായ കോഡറ്റുകളും നമ്മുടെ കൂടെ ഉണ്ടാവും. നീ കാര്യമായിട്ട് പറയാണോ എൽഡ്? ഇതൊക്കെ വളരെ പെട്ടെന്നായി പോയില്ലേ? പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ടൈറ്റൻ ആക്രമണത്തിന്റെ വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല. പിള്ളേരുടെ ധൈര്യമെല്ലാം ചോർന്നു പോയി കാണും. ക്യാപ്റ്റൻ, ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുവാണ് പെട്ര. ഈ പ്ലാനിന്റെ കാര്യമൊന്നും നോക്കുന്നത് ഞാനല്ല, അത് എർവിനാണ്. ഒന്നും കാണാതെ അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്ന് ലീവായി പറയുന്നു. വാൾമറിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരുപാടധികം ലോസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരുപാടധികം വഴികൾ കണ്ടുപിടിച്ചു. എന്നാൽ അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണ് ഇല്ലാതായത്. എന്നാൽ അപ്പോ തന്നെ പ്രതീക്ഷ മറ്റൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ എൽഡ് എറിന്റെ മുഖത്തോട്ട് നോക്കുന്നു. ഇത് കണ്ട് എല്ലാവരും അവന്റെ മുഖത്തോട്ട് നോക്കുവാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ഒരു ടൈറ്റനായി മാറുന്നതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എറിൻ എന്ന് ചോദിക്കുവാണ് എൽഡ്. അപ്പൊ നടന്നതിനെ പറ്റി എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ ആ എന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ എന്നെ തന്നെ മുറിവേൽപ്പിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നതെന്ന് മാത്രം എനിക്കറിയാം. അതെങ്ങനെയാവുന്നതെന്നും എനിക്കറിയാം. ഓ, ഇവനക്കറിയുന്നതും നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ആൾറെഡി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും അവൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. ഇവനെ കീറി മുറിച്ച് പരിശോധിച്ചിട്ടാണെങ്കിലും അവൾ അത് കണ്ടുപിടിക്കും എന്ന് ലീവായി പറയുന്നു. പെട്ടെന്ന് എറിൻ എന്നാരോ വിളിക്കുന്നു.
അതാരാ എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്തതാ സൂയെ അങ്ങോട്ട് വരുന്നതാ. ഏയ് ലീവൈ സ്ക്വാഡ്, എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ഓ, നീ ഒരുപാട് നേരത്തെയാണല്ലോ എന്ന് ലീവായി പറയുന്നു. വെയിറ്റ് ചെയ്യിപ്പിച്ചതിൽ ക്ഷമിക്കണം എറിൻ. ജീവനോടെ ട്രസ്റ്റിനകത്ത് നിന്നും പിടിച്ച 2 ടൈറ്റന്റെ ചുമതല എനിക്കാണ്. മാത്രമല്ല നാളെ ഞാൻ ചെയ്യാൻ പോകുന്ന പരീക്ഷണത്തിനായി നിന്റെ സഹകരണവും എനിക്ക് വേണം. അതിനു വേണ്ടിയിട്ടുള്ള അനുമതിയുമായിട്ടാണ് ഞാൻ വന്നത് എന്ന് സോയ ആൻജി പറയുന്നു. പരീക്ഷണമോ? എന്ത് പരീക്ഷണം? പറഞ്ഞു വരുമ്പോ ഇത്രയും ആവേശകരമായിട്ടുള്ള മറ്റൊരു പരീക്ഷണം ഉണ്ടാവില്ല എന്നൊരു സൈക്കോയെ പോലെ പറയുവാണ് ഹാൻജി. അത് പിന്നെ എനിക്ക് അനുമതി തരാൻ പറ്റില്ല. എന്റെ കാര്യങ്ങളൊന്നും തീരുമാനിക്കാൻ എനിക്ക് റൈറ്റ് ഇല്ല. ഹേയ് ലീവായ്, എറിന്റെ നാളത്തെ ജോലികൾ എന്തൊക്കെയാണ്? പൂന്തോട്ടം വൃത്തിയാക്കൽ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഉറപ്പിച്ചോ, നമ്മൾ നാളെ പരീക്ഷണം ചെയ്യുന്നു. ആ ടൈറ്റനുകളെ വെച്ച് നാളെ എന്ത് പരീക്ഷണമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് എറിൻ ചോദിക്കുന്നു. എനിക്കറിയാം, നിനക്കത് അറിയാമെന്ന് എന്ന് ഹാൻജി അവളോട് പറയുന്നു. ഇതേ സമയം എല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പൊ ശരിക്കും നിനക്കത് അറിയണമല്ലേ? ശരി, പറഞ്ഞേക്കാം എന്ന് അവൾ പറയുന്നു. ഇതേ സമയമാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. മതിലുകൾക്കുള്ളിലെ മതവിഭാഗം ഭാഗം 1. മതിലുകൾക്കുള്ളിൽ വിശ്വാസം പ്രചരിപ്പിക്കുന്നത് മതസംഘടനയാണ്. മതിലുകൾ ദൈവം ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കുന്ന അവർ പ്രതിരോധത്തിന് പോലും മതിലിനെ ഒന്നും ചെയ്യാൻ അനുവദിക്കാറില്ല. വാൾമറിയുടെ തകർച്ചയ്ക്ക് ശേഷം ഇവരുടെ എണ്ണവും സ്വാധീനവും നല്ല രീതിക്ക് എന്നെ വർദ്ധിച്ചു. പണ്ട് പിടികൂടിയ 5 ടൈറ്റനുകളിൽ ചെയ്ത അതേ പരീക്ഷണം തന്നെയാണ് ആദ്യം ഇതിൽ ചെയ്യാൻ പോകുന്നത്. ആദ്യം അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. എനിക്ക് ടൈറ്റൻസിന്റെ കൂടെയൊക്കെ അടുത്തിടപഴകുന്നത് വളരെയധികം ഇഷ്ടമാണ്. കുറച്ചു നേരത്തേക്കെങ്കിലും ബോറടി മാറിക്കിട്ടും. അങ്ങനെ അവൾ ടൈറ്റൻസിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. പണ്ട് ഏതോ ഒരു നാട്ടിൽ നരഭോജികളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. മലയുടെ അടിവാരത്തും ഗുഹക്കുള്ളിലൊക്കെ ഒളിച്ചിരുന്ന് അതുമായി സഞ്ചരിക്കുന്ന യാത്രക്കാരെ കൊള്ളയടിക്കുകയും പിന്നീട് കൊന്നു തിന്നുകയും ചെയ്തിരുന്നു. അങ്ങനെ 25 വർഷത്തോളം അവർ അത് തുടർന്നു. ഈ കാലയളവിൽ ഏകദേശം 500 പേരെ അവർ തിന്നു. അത് നിങ്ങൾ 2 പേരും തിന്നതിനേക്കാൾ കൂടുതൽ വരും. മാത്രമല്ല അവർ മനുഷ്യരെ തിന്നാനായി പുതിയ പല വഴികളും പരീക്ഷിച്ചു. ചന്തിയിലെ മാംസം സ്റ്റീക്ക് പോലെ കഴിക്കുകയും തുടയിലെ മാംസം സൂപ്പ് വെച്ച് കഴിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, അവർക്ക് പാചകം ചെയ്യാൻ അടിസ്ഥാന വിവരം ഉണ്ടായിരുന്നു. അവിടെയാണ് അവരിൽ നിന്നും നിങ്ങൾ വ്യത്യസ്തരാവുന്നത്. പക്ഷേ അവിടെ അവർക്ക് പറ്റിയ ഒരൊറ്റ തെറ്റ് കാരണം കൂട്ടത്തോടെ കൊന്നൊടുക്കി. അവിടെയാണ് നിങ്ങളുമായി അവർ സാമ്യമുള്ളത്. നിങ്ങൾ ചെയ്ത തെറ്റെന്തെന്നാൽ നിങ്ങൾ മനുഷ്യരെ ആക്രമിച്ചു. അങ്ങനെ നിങ്ങൾ പിടിക്കപ്പെട്ടു. അങ്ങനെ അവർക്ക് 2 പേർക്ക് ഒരു പേരിരുന്നു, സൗനി, ബിൻ. പരിചയപ്പെട്ടതിൽ സന്തോഷം ബിൻ ആൻഡ് സൗനി. നമുക്ക് കൂട്ടുകാരാകാം. പിന്നീട് അവരെ സൂര്യപ്രകാശത്തിൽ നിന്നും മറച്ചു നിർത്തി. രാത്രി അവരെങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയണമായിരുന്നു. സൂര്യപ്രകാശമാണ് അവരുടെ ഊർജത്തിന്റെ പ്രധാന സ്രോതസ്സെന്ന് ഞങ്ങൾ വിചാരിച്ചു. അതുകൊണ്ട് അത് ഞങ്ങൾ ഒന്ന് പരിശോധിച്ചു. അതിന്റെ ഫലമായി 2 ടൈറ്റനുകളിലും കാര്യമായിട്ടുള്ള വ്യത്യാസം കാണാൻ സാധിച്ചു. സൗനി പെട്ടെന്ന് എന്നെ ഉറങ്ങി, പക്ഷെ ബിൻ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും അവന്റെ കൂടെ കൂട്ടിരുന്നു. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം ബിന്നും ഉറങ്ങി. എന്നാൽ ഞങ്ങളെ അതിശയിപ്പിച്ച കാര്യം എന്തെന്നാൽ അവർക്ക് കഴിക്കാൻ ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നെ ആവശ്യമില്ല. ആകെ വേണ്ടത് സൂര്യപ്രകാശം മാത്രമാണ്. സൂര്യപ്രകാശത്തിൽ നിന്നും അധികം നേരം അവരെ മാറ്റി നിർത്തിയാൽ എന്ത് സംഭവിക്കണമെന്നുള്ള ഒരു പരീക്ഷണം കൂടി നടത്തി നോക്കി. പക്ഷെ അവർ ചാവാനും പാടില്ല. മുമ്പ് പിടിച്ചതെല്ലാം ഇങ്ങനെയുള്ള ഓരോ അബദ്ധങ്ങൾ കൊണ്ട് ചത്തുപോയി. ഒരിക്കൽ തല മുറിച്ചു കളയേണ്ട ഒരു പരീക്ഷണത്തിൽ അവരുടെ നോപ്പ് ഭാഗം കൂടി കട്ടായിപ്പോയി. ചിക്കാച്ചിറോണിയും ആൽബർട്ടും എന്നായിരുന്നു അവരുടെ പേര്. അവരുടെ ചിരി കാണാൻ നല്ല രസമായിരുന്നു. അവരോട് ചെയ്തത് വളരെയധികം മോശമായി പോയി എന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് എറിൻ ഇവൾ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് എന്ന് ചിന്തിക്കുകയാണ്. ഞാൻ തന്നെ നേരിട്ട് അവരുടെ വേദന ഇളക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവൾ നിലവിളിച്ചുകൊണ്ട് അതിന്റെ കണ്ണങ്ങ് കുത്തിപ്പൊട്ടിക്കുന്നു. നിങ്ങളിങ്ങനെ നിലവിളിക്കേണ്ട കാര്യമില്ലെന്ന് വേറെ ഓഫീസർ വന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് കണ്ടിട്ട് എങ്ങനെ നിലവിളിക്കണ്ടിരിക്കും? പാവം എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് വീണ്ടും അവൾ അതിനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവള് ശരിക്കും സൈക്കോണ്. ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. കുട്ടികളൊക്കെ കരുതേണ്ട എനിക്കെന്തോ ആനന്ദ പരവേശം തോന്നും. ഇപ്പൊ കുറെ മാറ്റമുണ്ട്. അവരുടെ നോപ്പ് മാത്രമായിരുന്നോ അവരുടെ വീക്ക് പോയിന്റ് എന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. സ്ക്വാഡ് ലീഡർ ഹാൻജി, അവരെ പറ്റി ഇങ്ങനെ നിസ്സാരമായിട്ട് സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു? ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യരെ വേട്ടയാടുന്ന അവരല്ലേ നമ്മളെ വംശനാശത്തിന്റെ വക്കിലെത്തിച്ചത്. ശരിയാണ്, അവർ കാരണം ഒരുപാടധികം സൈനികർ എന്റെ മുമ്പിൽ തന്നെ മരിച്ചു വീണിട്ടുണ്ട്. സർവേ കോപ്സിൽ ചേരുന്ന സമയത്ത് എന്നെ പോരാടാൻ പ്രേരിപ്പിച്ചത് അവരോടുള്ള ദേഷ്യമായിരുന്നു. പക്ഷെ എനിക്ക് തിരിച്ചറിവുണ്ടായത് ഒരു 3 മീറ്റർ ടൈറ്റന്റെ തല ഞാൻ ചവിട്ടി തെറിപ്പിച്ചപ്പോഴാണ്. അതിനൊട്ടും ഭാരം ഉണ്ടായിരുന്നില്ല. അത്രയും വലിയൊരു ജീവിക്ക് 2 കാലിൽ തന്റെ ഭാരം താങ്ങി നിർത്താൻ സാധിക്കില്ല. അതിന്റെ കൈവെട്ടി ഞാൻ എടുത്ത സമയത്ത് അതിന്റെ രൂപത്തിനൊത്ത ഭാരം പോലും ഉണ്ടായിരുന്നില്ല. അതിന് ടൈറ്റനായി മാറിയപ്പോൾ നിന്റെ ശരീരവും ശൂന്യതയിൽ നിന്നല്ലേ രൂപം മാറിയത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് റിയാലിറ്റി. പണ്ടൊക്കെ ടൈറ്റനുകളെ ദേഷ്യത്തോടെയായിരുന്നു ഞാൻ നോക്കിക്കണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരുപക്ഷെ ഇതെല്ലാം തന്നെ വെറുതെ ആയേക്കാം, എന്നാലും ഞാൻ ചെയ്യും. കമാൻഡർ ഹാൻജി, വിരോധമില്ലെങ്കിൽ നിങ്ങളുടെ ടൈറ്റൻ പരീക്ഷണത്തെ പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് എന്ന് എറിൻ പറയുന്നു. ഓ ശരിക്കും? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ കഥയൊക്കെ കേട്ട് സമയം രാവിലെ ആവുന്നു. നിനക്കെല്ലാം മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അവനോട്. അതെ, പുതുതായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുവാണ് എറിൻ. ഓ അങ്ങനെയാണെങ്കിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും കൂടി ചേർത്ത് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആക്കി പറഞ്ഞുതരാം എന്ന് പറയുവാണ് ഹാൻജി. ഇതേ സമയമാണ് അങ്ങോട്ടൊരാൾ ഓടി വരുന്നത്.
കമാൻഡർ ഹാൻജി, നമ്മൾ പിടികൂടിയ ടൈറ്റനുകളെ ആരോ കൊന്നു കളഞ്ഞു. ഇത് കേട്ട് അവരെല്ലാവരും അങ്ങോട്ട് പോയി നോക്കുന്നു. മരിച്ചടക്കുന്ന ടൈറ്റൻസിനെ കണ്ട് ഹാൻജി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൂര്യോദയത്തിന് മുൻപാണ് സംഭവം നടന്നത്. 3D ഗിയർ ഉപയോഗിച്ച് രക്ഷപ്പെടുന്നത് ഗാർഡ്സ് കണ്ടുവത്രേ എന്ന് ഓഫീസർ സംസാരിക്കുന്നു. സ്ക്വാഡ് ലീഡർ ഹാൻജിക്ക് വട്ടുപിടിച്ചെന്ന് തോന്നുന്നു എന്നൊരു ഓഫീസർ പറയുന്നു. ഇവിടെ എന്താ നടക്കുന്നേ എന്ന് ചോദിക്കുവാണ് എറിൻ. ഇവിടുത്തെ കാര്യം മിലിറ്ററി പോലീസ് നോക്കിക്കോളും എന്ന് പറഞ്ഞ് ലീവൈ അവിടെ നിന്നും പോകുന്നു. നിനക്കെന്താ ഇവിടെ നോക്കിയിട്ട് കാണാനുള്ളത് എന്ന് ചോദിക്കുകയാണ് എർവിൻ. ആരാണ് നമ്മുടെ ശത്രുക്കൾ? ക്ഷമിക്കണം, വളരെ വിചിത്രമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അത് എന്ന് പറഞ്ഞാൽ എർവിൻ അവിടെ നിന്നും പോകുന്നു. എന്താ സംഭവം എന്ന് പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുവാണ് എറിൻ. സോ എർവിനെ തന്നെ നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രത്തോളം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ.